എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ ശുഭ അശുഭ ഫലങ്ങളെ പ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തിക കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നതിനൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയവും മെഡിസിൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചക്കാലമായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ അവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് സമീപത്തുള്ള ഗണപതി ഭഗവാനെ വെള്ളിയാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് 3 ദിവസം തുടർച്ചയായി മുക്കുറ്റി സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്നതും മനസ്സിന് സന്തോഷം നൽകുന്നതുമായിരിക്കുന്ന ദിവസമാണ് ഈ വരാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് പൊതുവെ ഗൃഹാന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതിനും ദാമ്പത്യ ജീവിതങ്ങളൊക്കെ സമാധാനപൂർണ്ണമാകുന്നതിനും ഭാര്യാഭർത്ത ഐക്യതയൊക്കെ കൈവരുന്നതിനും സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം ലഭിക്കുന്നതിനും ഏറെ നാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ സാധീകരണത്തിനും അന്യദേശത്ത് നിൽക്കുന്നവർ ഒരുമിച്ച് കഴിയുന്നതിനുള്ള യോഗം വരുന്നതിനുമൊക്കെ ഇട നൽകുന്ന ഒരാഴ്ചക്കാലമായിരിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വരുന്ന സാമ്പത്തിക നേട്ടവും ഇവർക്ക് ഈ ഒരാഴ്ചക്കാലം മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി ഭഗവതിക്ക് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം. സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതിനൊക്കെയുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഏറെ നാളായി നിലനിന്ന ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറുന്നതിനും ഏറെ നാളായി പിണങ്ങിക്കഴിഞ്ഞവരെയൊക്കെ ആയിട്ട് സ്വരുമതയോടുകൂടി കഴിയുന്നതിനൊക്കെയുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് നൽകും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ്. ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികൾ അനുഭവിക്കുന്നവർ വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രത്തെ അർച്ചനയും ജലധാരയും നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം അവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം വളരെ അത്യാവശ്യമായിരിക്കും. താമസ സ്ഥലം വിട്ടുമാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ഊഹാപോഹ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർ ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ധനനഷ്ടത്തിനുള്ള യോഗം കാണുന്നതിനാൽ ഈ ഒരാഴ്ചക്കാലം കഴിയാവുന്നതും കച്ചവടങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ധനം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിക്കാനും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന ദേഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇട നൽകും. കേസുകളോ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ കയറേണ്ടതായ യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ആയതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ദേഷ്യവും പെട്ടെന്നുള്ള എടുത്തുചാട്ടവും പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ കഴിയാവുന്നത് ഒഴിവാക്കുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപ ഹനുമാൻ സ്വാമിക്ക് ബുധനാഴ്ച ദിവസം വെറ്റിലമാല സമർപ്പിക്കുന്നതും വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ കുരുതി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകം പൂരം ഉത്രത്തിക്കാൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരാഴ്ചക്കാലമാണ്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ കൂടി നിൽക്കുന്നതിനാൽ സാമ്പത്തിക ഭദ്രത ഇല്ലാതെ വരുന്നത് മനോവിഷമതകൾക്ക് ഇട നൽകും. വരവിനേക്കാൾ കൂടുതൽ ചെലവാകേണ്ടതായ യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിയാവുന്നതും കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളെ നീട്ടിവെക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ കാര്യങ്ങളും പിന്നീടത്തേക്ക് വയ്ക്കുന്ന ഒരു സ്വഭാവ രീതി ഇവർക്ക് പ്രത്യേകമായി ആയത് തന്നെ ഏറ്റവും അവസാന സമയത്ത് ഏറെ ബുദ്ധിമുട്ടോടുകൂടി കാര്യങ്ങൾ നീക്കേണ്ട സാഹചര്യവും ഇവരുടെ ജീവിതത്തിൽ സംജാതമാകും. അതുകൊണ്ട് തന്നെ കഴിയാവുന്നതും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന സ്വഭാവം ഇവർ മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.
സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം ഏറ്റവും പ്രധാനമായിട്ടും പാലിക്കേണ്ടതും വരവ് ചെലവുകളെപ്പറ്റി ധാരണയുണ്ടാകേണ്ടതും ഇവരുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. ഈ ഒരാഴ്ചക്കാലത്ത് ദോഷശാന്തിക്കായിട്ടും ഗുണഫലത്തിനും വേണ്ടിയിട്ടും ഗണപതി ഭഗവാന് ലക്ഷ്മി വിനായ മന്ത്രം കൊണ്ട് ഗണപതി ഹോമം കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്രതീക്ഷിതമായ തൊഴിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ യോഗം നൽകുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷുഗറും പ്രഷറും പോലുള്ള അസുഖങ്ങളുള്ളവർ ഭക്ഷണ രീതി പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഗൃഹസ്ഥാനത്ത് ക്ലേശങ്ങൾ വരാതിരിക്കാനും സംസാരം കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ വെച്ച് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. മനസ്സന്തോഷത്തിന് ഇട നൽകുന്ന സാഹചര്യങ്ങൾ ഗൃഹത്തിൽ സംജാതമാകും. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കേണ്ടതായ യോഗവും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കേണ്ടതായിട്ടുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയാം. തൊഴിൽ സ്ഥാനത്ത് നേതൃത്വ സ്ഥാനത്ത് നിന്ന് അംഗീകാരം ലഭിക്കുന്നത് ഏറെ മനസ്സന്തോഷത്തിന് ഇട നൽകുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള സുബ്രഹ്മണ്യ ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം അഭിഷേകങ്ങൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ ഭഗവാനെ പഞ്ചാമൃത നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. വിശാഖത്തിക്കാനും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷം മിശ്രിതമായിരിക്കുന്ന സമയമാണ്. അന്യദേശത്ത് കഴിയുന്നവർക്ക് സ്വഗൃഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മനസ്സിൽ വ്യാകുലത ഉണ്ടാകുന്നതിനുള്ളൊരു യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയുന്നുണ്ട്. മറ്റുള്ളവരാൽ അപകീർത്തിപ്പെടേണ്ടതായ യോഗങ്ങൾ ഉള്ളതിനാൽ സംഭാഷണവും പ്രവർത്തനവും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കഴിയാവുന്നതും കളവും കള്ളത്തരവും ചെയ്യാതിരിക്കാനും കളവ് പറയാതിരിക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം പാലിക്കേണ്ടതും ഇവരെ സംബന്ധിച്ച് ഒരാഴ്ചക്കാലം വളരെ അത്യാവശ്യമാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച ദിവസം കദളിപ്പഴം നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം പൂരാടം ഉത്രാടത്തിക്കാലം ഉൾപ്പെടുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കും. ഗൃഹത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനൊക്കെയുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം നൽകുന്നുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കുടുംബസ്ഥാനത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് പല വിധത്തിലുള്ള ക്ലേശങ്ങളിലേക്കും നയിക്കുന്നതിനാൽ സംഭാഷണ രീതി പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് നടത്തുന്നതും ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്തരാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ ശത്രുത വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ഉദരസംബന്ധമായും ശിരോസംബന്ധമായും വരുന്ന അസുഖങ്ങളെ എത്രയും വേഗം തന്നെ വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷത്തിന് ഇട നൽകുന്ന സാഹചര്യങ്ങളുണ്ടാകും. കർമ്മസ്ഥാനത്ത് അപ്രതീക്ഷിതമായ നീക്കങ്ങളുണ്ടെങ്കിൽ തന്നെയും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കുന്ന സൂചനയാണ് ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് നൽകുന്നത്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ജയദുർഗാ മന്ത്രം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രോഗാദി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ശസ്ത്രക്രിയാ യോഗങ്ങൾക്കൊക്കെ ഇട നൽകുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. എത്ര നിസ്സാരമായ രോഗപ്രശ്നമാണെങ്കിൽ പോലും വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാലതാമസം കൊണ്ട് പലപ്പോഴും രോഗാദി ക്ലേശങ്ങൾ പല വിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കും ഇട നൽകുന്നതിനുള്ള സാഹചര്യം ഈ ഒരാഴ്ച ഇവർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് പൊതുവെ ഗുണദോഷമല്ലാത്തതായ ഒരു അനുഭവയോഗ്യമായിരിക്കും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ലഭിക്കുന്നത്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും ഏറെ നാളായി അകന്നു കഴിഞ്ഞ സുഹൃത്തുക്കളുമായി ഒരുമിക്കുന്നതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം കുങ്കുമാഭിഷേകം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ നാളായി നിന്ന വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിന് ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള യോഗവും ദാമ്പത്തിക ജീവിതത്തിൽ ഐക്യങ്ങൾ കൈവരുന്നതിനും ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതിനും ഗൃഹ അന്തരീക്ഷം മോടി പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പറയാം. ഏറെ നാളായി നിലനിന്നു പോന്നിരുന്ന മനോക്ലേശങ്ങളും സാമ്പത്തിക ബാധ്യതകളൊക്കെ നീങ്ങുന്നതിനുള്ള യോഗവും
ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. വീഴ്ച, പതനം ഇവയെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വീഴ്ച ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് നരസിംഹ ക്ഷേത്രത്തിൽ ഉഗ്ര നരസിംഹ മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വിഷ്ണു പൂജ നടത്തുന്നതും പാൽപ്പായസ നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. അനന്തരം ഈ നക്ഷത്രക്കാരെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ ചെയ്ത് അവരുടെ ജീവിത വിജയം കൈവരിക്കുക. ജാതകവും ജ്യോതിഷവും എന്ന് പറയുന്ന ഒരു സൂചനകളാണ്. അപ്പം നിങ്ങളുടെ നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്നതായ സൂചനകൾ ശുഭമായോ അശുഭമായിട്ട് സംഭവിക്കാം. ആ സൂചനകളെ നമുക്ക് കൂടുതൽ ജാഗ്രത നൽകുന്നതിനായിട്ടാണ് ഉപകരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ ചെയ്തിട്ട് അവരുടെ മനോബലത്തെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ശുഭഫലം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.